ഈ അർജന്റീനൻ ടീമിന്റെ മാറ്റങ്ങൾ ഇനി അല്പസമയമേ ഉള്ളൂ ടീം കളത്തിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി ഒന്ന് പങ്കുവയ്ക്കാം അല്ലേ? തീർച്ചയായും സേതു ടീമിൽ അർജന്റീന ടീമിൽ സംബന്ധിച്ചിടത്തോളം 9 മാറ്റങ്ങളാണുള്ളത്. അതിൽ അവരുടെ നായകൻ അർജന്റീൻ നായകനായിട്ടുള്ള ലിയോണൽ മെസ്സി അടക്കമുള്ള താരങ്ങളെയാണ് മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ നിന്ന് ജയം നേടിയ ടീമിൽ നിന്ന് 9 മാറ്റങ്ങളാണ് സ്കലോണി മാറ്റിയിരിക്കുന്നത്. അതിൽ 2 താരങ്ങളെ മാത്രമാണ് ഓസ്ട്രേലിയക്കെതിരെ കളിച്ച 2 താരങ്ങളെ മാത്രമാണ് ആദ്യ 11-ൽ നിലനിർത്തിയിരിക്കുന്നത്. അതൊന്ന് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസും അവരുടെ മുന്നേറ്റ നിര താരമായിട്ടുള്ള ലൗട്ടാറോ മാർട്ടിനസുമാണ്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിക്കോ പാസ് ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ആദ്യ 11-ൽ തന്നെ എത്തുന്നു. താരം നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു താരം ഇപ്പോൾ തിരിച്ചെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. ആദ്യ 11-ലേക്ക് എത്തുന്നു. പിന്നീട് ഹൂലിയൻ ആൽവറസ് ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ആദ്യ 11-ലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. നമ്മൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അവരുടെ ഗോൾ നേട്ടം. 5 ഗോളുകളാണ് അർജന്റീന ഇതുവരെ ഈ ഒരു ലോകകപ്പിൽ നേടിയിട്ടുള്ള. 5 ഗോളുകൾ നേടിയ അവരുടെ നായകനെ തന്നെ മാറ്റിക്കൊണ്ട് ഒരു ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുതുനിരയെ തന്നെയാണ് ഇപ്പോൾ കളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ നോക്കൌട്ടിലേക്ക് ഏകദേശം നേരത്തെ തന്നെ എത്തിയ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ജോർദാനെ നേരിടുന്നത് അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മത്സരം തുടങ്ങുന്ന ഘട്ടത്തിൽ ഖിലാഫിലേക്ക് വരാം. അപ്പം 7-16 അല്ലേ, 7:30 കൂടി തന്നെ കളി തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഈ മത്സരം. പിന്നെ മൊത്തം ഈ വേൾഡ് കപ്പിൽ അർജന്റീന കളിക്കുന്നത് വമ്പൻ റിലാക്സേഷനോട് കൂടിയാണ്. കാരണം അവർ